പണം കൊണ്ടല്ല പ്രതിഭ കൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പാണ്ഡിത്യം. വിദ്യാഭ്യാസ മികവ് കൊണ്ട് ലഭിച്ച സ്കോളർഷിപ്പുകളാണ് ആ തുടർ പഠനം സാധ്യമാക്കിയതും രാജ്യത്തിന് വേറിട്ട നേതാവിന് നൽകിയതും. പതിനഞ്ചാം വയസ്സിൽ മുത്തശ്ശി ജംനാദേവിയുടെ കൈപിടിച്ച ഇന്ത്യയിലേക്ക് പുറപ്പെടുമ്പോൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പോക്കറ്റിലുണ്ടായിരുന്നത്. മാതാവ് അമൃത് കൗർ നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതിനാൽ മുത്തശ്ശി എടുക്കുന്ന തീരുമാനങ്ങളായിരുന്നു മൻമോഹൻ സിംഗിന്റെ ജീവിതം. പെഷവാറിലെ ഉറുദു സ്കൂളിൽ പഠിച്ച ശാസ്ത്രവും ഗണിതവുമായി ഒപ്പം വരുന്ന മകനെ എന്തു പഠിപ്പിക്കണമെന്ന കാര്യത്തിൽ പിതാവ് ഗുർമുഖിനും തീരുമാനങ്ങളുണ്ടായിരുന്നില്ല. ഹാൽദ്വാനിയിൽ കുടിയേറി കോളേജ് പ്രവേശനത്തിന് അന്വേഷണം തുടങ്ങിയപ്പോഴേക്കും കുടുംബം അമൃത്സറിലേക്ക് മാറി. പിന്നെ അമൃത്സർ ഹിന്ദു കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠനം. ശേഷം ഹോഷിയാപൂരിലെ പഞ്ചാബ് സർവകലാശാലയിൽ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ലഭിച്ച 1ാം റാങ്കാണ് ഓക്സ്ഫോർഡിലെ പഠനം സാധ്യമാക്കിയത്. ഓക്സ്ഫോർഡിൽ ഗവേഷണം നടത്തിയതാകട്ടെ ഇന്ത്യയുടെ വ്യാപാര നയങ്ങളിലും. ഡോക്ടറേറ്റിന് പിന്നാലെ ഐക്യരാഷ്ട്ര സംഘടനയിൽ കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ചാണ് പഞ്ചാബ് സർവകലാശാലയിലേക്ക് അധ്യാപകനായി എത്തിയത്. അവിടെ നിന്ന് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പ്രൊഫസർ. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവാക്കാനും ധനകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയാക്കാനും UGC ചെയർമാനാക്കാനും റിസർവ് ബാങ്ക് ഗവർണറാക്കാനും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനാക്കാനുമുള്ള യോഗ്യതകൾ ഇന്ത്യയിൽ മറ്റൊരു നേതാവിനും ഉണ്ടായിട്ടില്ല. PV നരസിംഹറാവു 16 ഭാഷകൾ സംസാരിച്ചപ്പോൾ പെഷവാറിൽ നിന്ന് പഠിച്ച ഉറുദുവും ഓക്സ്ഫോർഡ് നൽകിയ അത്ര ഒഴുക്കില്ലാത്ത ഇംഗ്ലീഷും മാത്രമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കൈമുതൽ. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഹിന്ദി പ്രസംഗങ്ങൾ പോലും ഉറുദുവിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എഴുതിയിരുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിലും ലോക ബാങ്കിലും ജനീവയിലെ സൗത്ത് കമ്മീഷനിലുമെല്ലാം കിട്ടിയ ജോലികൾ അതിവേഗം ഉപേക്ഷിച്ച മൻമോഹൻ സിംഗ് ഓരോ വട്ടവും എത്തിയത് ഇന്ത്യയിലേക്കാണ്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ബൗദ്ധിക നേതൃത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റേത്. വിദ്യാഭ്യാസത്തിലെ നേട്ടം മുഴുവൻ രാജ്യത്തിനായി വിനിയോഗിച്ച ഒരു ജീവിതത്തിനാണ് അന്ത്യമായത്. ലോക ചരിത്രത്തിൽ തന്നെ പാണ്ഡിത്യവും പൊതുജന താൽപര്യവും ഇങ്ങനെ സമന്വയിച്ച മറ്റനേകം നേതാക്കളില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.